മറിയക്കുട്ടി കഴിഞ്ഞാൽ ഇടുക്കിയിലെ ഈ അമ്മച്ചിയാണ് താരം. കേന്ദ്രത്തിനെതിരെയുള്ള പ്രതിഷേധം കൊഴുപ്പിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കെ സ്റ്റാലിനും. സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ 5 മാസത്തിലേറെയായി മുടങ്ങിയ സാഹചര്യത്തിൽ പരസ്യ പ്രതിഷേധവുമായി ഇടുക്കിയിലെ വൃദ്ധ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. വണ്ടിപ്പെരിയാർ കറുപ്പുപാലം സ്വദേശി പൊന്നമ്മയാണ് വൈകിട്ട് റോഡിൽ കസേരയിട്ടിരുന്ന് സമരം ചെയ്തത്. എന്നാൽ അതിനെ പിന്തുണച്ച് നിരവധി രാഷ്ട്രീയ പ്രവർത്തകർ രംഗത്തെത്തുകയും ചെയ്തു. ഒന്ന് ചോദിക്കാനുള്ളത്, പിണറായി സർക്കാർ നിങ്ങൾ ഡൽഹിയിൽ നടത്തുന്ന ഈ പ്രതിഷേധം പാവങ്ങൾക്ക് വേണ്ടി തന്നെയാണോ? എന്നിട്ട് വീണ്ടും ഒരു മറിയക്കുട്ടി കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്. പെൻഷനെ തുടർന്ന് ചട്ടിയുമായി നിരത്തിലിറങ്ങിയ മറിയക്കുട്ടിയെ ആർക്കും മറക്കാൻ പറ്റില്ല. പക്ഷേ അവരുടെ ഇന്നത്തെ നിലയോ? സർക്കാരിന് അത് പുല്ലുവില മാത്രം. എന്നാൽ ഇടുക്കിയിലെ അമ്മച്ചിക്ക് പിന്തുണയുമായി BJPയും കോൺഗ്രസും എത്തിയിട്ടുണ്ട്. ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം നടത്തുന്നത് ചിലരുടെ കീഴ്വഴക്കങ്ങളാണ്. അത് തെറ്റിക്കാണ്ട് പതിവ് പോലെ തന്നെ നടക്കട്ടെ. എന്തായാലും പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് കോൺഗ്രസിനായി പൊന്നമ്മയ്ക്കുള്ള സഹായം വാഗ്ദാനം ചെയ്തത്. സതീശൻ പൊന്നമ്മയെ നേരിട്ട് ഫോണിൽ വിളിച്ചാണ് സഹായ ഉറപ്പ് നൽകിയത്. പൊന്നമ്മയുടെ സംരക്ഷണം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് സതീശൻ പറഞ്ഞു. ഇതിനു പിന്നാലെ DCCയുടെ നേതൃത്വത്തിൽ 1 മാസത്തെ പെൻഷൻ തുകയും വീട്ടാവശ്യത്തിനുള്ള അരിയും പലവ്യഞ്ജന സാധനങ്ങളും പൊന്നമ്മയ്ക്ക് എത്തിച്ചു നൽകി. പൊന്നമ്മയ്ക്ക് പെൻഷൻ കിട്ടുന്നതുവരെ സഹായം നൽകുമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് C സന്തോഷ് കുമാറും അറിയിച്ചിരുന്നു. മട്ടാഞ്ചേരിയിലെ ജീവകാരുണ്യ പ്രവർത്തകനായ മുകേഷ് ജൈനും പൊന്നമ്മയെ സഹായിക്കാൻ രംഗത്തെത്തിയിരുന്നു. പൊന്നമ്മയെ സന്ദർശിച്ച് വസ്ത്രം, മരുന്ന്, ഭക്ഷണം, സാധനങ്ങൾ എന്നിവ കൈമാറി മുകേഷ് ജൈൻ കഴിഞ്ഞ 3 മാസമായി പൊന്നമ്മയ്ക്ക് ആഹാരം നൽകി വരുന്ന സമീപത്തെ ഹോട്ടലിൽ പണവും നൽകിയാണ് മടങ്ങിയത്. വരും ദിവസങ്ങളിലെ ഭക്ഷണത്തിനുള്ള പണവും മുകേഷ് കൈമാറിയിട്ടുണ്ട്. ഇടുക്കി വണ്ടിപ്പെരിയാർ കറുപ്പുപാലത്തിന് ബുധനാഴ്ച രാവിലെയാണ് പൊന്നമ്മ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. 1.5 മണിക്കൂറോളം റോഡിലിരുന്ന് പ്രതിഷേധിച്ചതോടെ ഈ സമയം ഇതുവഴി വന്ന വാഹനങ്ങൾ നിർത്തിയിട്ടു. സ്വകാര്യ ബസും അല്പനേരത്തേക്ക് ഗതാഗത തടസ്സത്തിൽപ്പെട്ടു. പെൻഷൻ മുടങ്ങിയതോടെ ജീവിതം ദുരിതത്തിലാണെന്നും പ്രശ്നം പരിഹരിക്കാതെ റോഡിൽ നിന്ന് മാറില്ല എന്നുമായിരുന്നു പൊന്നമ്മയും മകൻ മായനും പറഞ്ഞത്. എന്നാൽ ഇതിന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടിയുമുണ്ട്. പണം കൊടുക്കണമെങ്കിൽ ഖജനാവിൽ പണം വേണം. AC കാറിൽ സഞ്ചരിക്കുന്നവർക്ക് 100 രൂപയുടെ വില അറിയില്ല. എന്തായാലും മന്ത്രി സജി ചെറിയാനാണ് ഈ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നത്. അമ്മച്ചി റോഡിൽ കുത്തിയിരുന്ന് സമരം ചെയ്ത് റിപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല, കൊടുക്കാൻ പണം വേണ്ടേയെന്നും മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചു. കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടിയില്ലെങ്കിൽ പദ്ധതികൾ നടക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു. 60,000 കോടി രൂപ ഈ വർഷം കേന്ദ്രം തന്നില്ല. നിർമ്മല സീതാരാമൻ പറഞ്ഞ കാര്യം പൂർണ്ണമായി ശരിയല്ല. കേരളത്തിന് കിട്ടേണ്ട വിഹിതം ന്യായമായും കിട്ടണം. കേരളത്തെ ശത്രുരാജ്യമായി കാണേണ്ട മിത്രമായി കണ്ടാൽ മതി. സംസ്ഥാനം നിലനിൽക്കാതെ കേന്ദ്രം നിലനിൽക്കുമോ എന്നും മന്ത്രി പറഞ്ഞു. അപ്പോൾ കേന്ദ്രമാണ് ഇനി സഹായിക്കേണ്ടത്. അതെങ്ങനെ പറ്റും? കേന്ദ്രം തലവന്മാർക്ക് ഇപ്പോൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. വരുന്ന തെരഞ്ഞെടുപ്പല്ലേ അവരുടെ മുഖ്യം. ഇനിയും കേരളത്തിൽ ഇതുപോലെ മറ്റു മറിയക്കുട്ടികൾ ഉയരുമോ എന്നാണ് എല്ലാവരുടെയും ആശങ്ക. പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞാൽ പാവപ്പെട്ടവർ എന്ത് ചെയ്യും? ഇതിന് മറുപടി സംസ്ഥാന സർക്കാരാണോ പറയേണ്ടത്, അത് കേന്ദ്ര സർക്കാരാണോ പറയേണ്ടത്?